അവൈലബിൾ ഉണ്ട്. 4000 മുതൽ 4000 രൂപ. അപ്പൊ 7000 അല്ല 4000 മുതൽ ക്യാമറാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 20,000 രൂപയ്ക്ക് ഡ്രോൺ തരാന്ന്. അതെ, വരില്ലല്ലോ. മാവിക് മിനി 2.7K റെക്കോർഡിംഗ് വരുന്ന മാവിക് മിനി 20,000 രൂപയ്ക്ക്. പുതിയ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ വീണ്ടും നമ്മുടെ ഡി ക്യാമിനാണ്. അറിയാലോ, യൂസർ ക്യാമറാസ് ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്നത് തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ നമ്പർ 1 സ്ഥാപനമാണ് ഡി ക്യാം. നമുക്ക് എവിടേക്കാണ് അതിലെ ബ്രാഞ്ച് വരുന്നത്? നമുക്ക് കോഴിക്കോടാണ് മെയിൻ ബ്രാഞ്ച് വരുന്നത്. പിന്നെ കൊല്ലത്തുണ്ട്, തിരുവനന്തപുരം ഉണ്ട്, കണ്ണൂരുണ്ട്, ബ്രാഞ്ചുകളുണ്ട്. അതെ. നമുക്ക് ഓൾ കേരള ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഓൾ ഇന്ത്യ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ്. എവിടെ നിന്നാണെങ്കിലും നമുക്ക് സാധനം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഈ പ്രാവശ്യം ഒരുപാട് ക്യാമറാസ് ഉണ്ടല്ലോ. ഉണ്ട്. നമുക്ക് ലോ ബഡ്ജറ്റ് മുതൽ ഹൈ ബഡ്ജറ്റ് വരെ നമുക്ക് ഏകദേശം എത്ര രൂപ സ്റ്റാർട്ട് ഉണ്ട് ക്യാമറാസ്? നമുക്ക് സ്റ്റാർട്ടിങ്, അതായത് DSLR സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ 6000 രൂപ മുതലുണ്ട്. ബിഗിനർക്ക് ഒരു 6000 രൂപ ക്യാമറ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതും കംപ്ലൈന്റ്സും കാര്യങ്ങളും ഒന്നും ഉള്ളതല്ല. എല്ലാ ഷോപ്പുകാരും കൊടുക്കല് പറഞ്ഞാൽ ഈ 6000 രൂപയ്ക്ക് 8000 രൂപയ്ക്കൊക്കെ തമ്പനയിൽ ഇട്ടിട്ട് കംപ്ലൈന്റ്സും കാര്യങ്ങളുള്ള സാധനങ്ങൾ കൊടുക്കും. നമ്മൾ ഒരു കംപ്ലൈന്റും ഇല്ലാത്ത ഡിസ്പ്ലേ ഷെയ്ഡോ ഫ്ലാഷ് കംപ്ലൈന്റോ ഒരു കംപ്ലൈന്റും ഇല്ലാത്ത ക്വാളിറ്റി സാധനം, നല്ല പിക്ചർ. അതുപോലെ തന്നെ നമുക്ക് പ്രൊഫഷണൽ ക്യാമറസ് ആണെങ്കിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? പിക്ചർ പ്രൊഫഷണൽ ക്യാമറ നമുക്ക് വരുന്നത് ഏകദേശം 15,000 രൂപ മുതലുണ്ട്. 15,000 6D DSLR മോഡൽസ് ആണ്. ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന പറഞ്ഞാൽ ഷോപ്പ് വാറണ്ടി 1 മന്ത് ചെക്കിംഗ് ഷോപ്പ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതായത് ലൈഫ് ടൈം നമുക്ക് സർവീസും കൊടുക്കുന്നുണ്ട്. സർവീസ് എന്ന് പറഞ്ഞാൽ സർവീസ് കോസ്റ്റ് ഉണ്ടാവില്ല, സ്പെയർ കോസ്റ്റ് മാത്രമേ ഉണ്ടാവൂ. നിങ്ങളിപ്പോ ഇവിടുന്ന് സാധനം വാങ്ങിയ അതോടെ തീരുന്നില്ല. അതെ, നിങ്ങൾക്ക് ലൈഫ് ടൈം അതിനുവേണ്ടി സർവീസും നിങ്ങൾക്ക് മാറ്റി അടുത്ത എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം. ബൈബാക്ക് ഓപ്ഷൻ ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് മിറർലെസ് ക്യാമറാസ് ഒക്കെ ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് മിറർലെസ് നമുക്ക് ഒരു ബിഗിനർ എന്നുള്ള ലെവലിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 15,000 രൂപയ്ക്ക് സോണിന്റെ ഒരു മിറർലെസ് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 15,000 ഉണ്ട് മിറർലെസ്. M4 M3 ഒക്കെ കാണുന്നുണ്ട്. അതായത് ലോ ബഡ്ജറ്റ് ടു ഹൈ ബഡ്ജറ്റ് വരെ നമ്മൾ എല്ലാ ക്യാമറാസും ഉണ്ട്. അതുപോലെ ആക്സസറീസ് വരുന്നുണ്ട്, ഡ്രോൺസ് വരുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഇനി നമുക്ക് എന്താ ഡീറ്റെയിൽ ആയി നോക്കാം അല്ലേ? 6000 രൂപ ക്യാമറ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതാണത്? 6000 രൂപയ്ക്ക് നമ്മൾ പറഞ്ഞ ക്യാമറയാണ് ഇത്. കനോണിന്റെ 1100. 1100 കനോണിന്റെ ക്യാമറ കേട്ടോ. പെർഫെക്റ്റ് കണ്ടീഷൻ ആണ്. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡിസ്പ്ലേ ഷേഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഡിസ്പ്ലേ ഷേഡോ ഒന്നുമില്ല. ജസ്റ്റ് കാണിച്ചാൽ മതി. അപ്പുറത്ത് വൈറ്റ് ആക്കിയാൽ ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത 1 മന്ത് ചെക്കിംഗ് വാറന്റിയോട് കൂടിയാട്ടോ കൊടുക്കുന്നത്. പിന്നെ ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ 12 മെഗാ പിക്സൽ ലെൻസ് ഉണ്ട്. 18-55-ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 12 മെഗാ പിക്സൽ സെൻസർ ഉണ്ട്, വീഡിയോ ഓപ്ഷൻ ഉണ്ട്, ഓഡിയോ ഇൻപുട്ടും ഉണ്ട്. പിന്നെ എന്താ പറയാ, വീഡിയോ നമുക്ക് പ്രത്യേകം ഫീച്ചർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബേസിക് എടുത്ത് പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചെറിയൊരു പൈസ 6000 രൂപക്കാണ് ക്യാമറ കൊടുക്കുന്നത്. അതെ, വേറെ ഉള്ളവർ എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉള്ള സാധനങ്ങളൊക്കെ റേറ്റ് കുറച്ചിട്ട് കമ്പനിയൊക്കെ ഉള്ള പരിപാടി ഉണ്ട്. നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടാണ് നല്ല സാധനം തന്നെ കൊടുക്കാം. പിന്നെ ഇതിന്റെ അടുത്ത മോഡൽ പറഞ്ഞാൽ അത് 1100. ഇതിന്റെ അടുത്ത മോഡൽ 1200 ആണ്. കനോണിന്റെ തന്നെ മോഡലാണ്. ഫോട്ടോഗ്രാഫി ഇതേ ഫീച്ചർ തന്നെയാണ്, ഏകദേശം ഇതേ ഫീച്ചർ തന്നെ വരുന്നത്. അതിന് ഏകദേശം 18 മെഗാ പിക്സൽ സെൻസർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് റേറ്റ് വരുന്നത് 12,000 to 14,000 ആ റേഞ്ചിലാണ്. 12,000 രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സാധനത്തിന്റെ ഇതേമാതിരി എന്തെങ്കിലും ചെറിയ സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റേറ്റ് കുറവ്, ക്വാളിറ്റിയിലുള്ള ഡിഫറൻസ് അനുസരിച്ചാണ് വരുന്നത്. പിന്നെ ഷെയ്ഡ് ഒക്കെ വരുന്ന ക്യാമറാസ് ഇപ്പൊ ലോ ബഡ്ജറ്റ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഷെയ്ഡ് ഒക്കെ വരുന്നതാണെങ്കിൽ അതിലും താഴെ കിട്ടും. അങ്ങനെയും കിട്ടും. അപ്പൊ നമുക്ക് എന്തെങ്കിലും സർവീസ് എടുക്കാൻ അങ്ങനെ ഉള്ളൂ. ഈ ഡിസ്പ്ലേ ഷെയ്ഡ് വന്നാലൊന്നും നമുക്ക് പെട്ടെന്ന് ഡിസ്പ്ലേ പോകുന്നില്ല. 2 വർഷത്തോളം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട്. അതുപോലെ അത് പിക്ചറിനെ ബാധിക്കില്ല. ഇല്ല, പിക്ചറിനെ ബാധിക്കില്ല. 13 ആണ് നമുക്ക് ഈ ഒരു സീരീസിൽ വൈഫൈ സ്റ്റാർട്ട് ചെയ്യുന്ന മോഡൽ. ഇതിൽ വൈഫൈ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സെൻസർ സൈസ് 18 മെഗാ പിക്സലും ഉണ്ട്. ഇതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് മറ്റേനെ സംബന്ധിച്ചിടത്തോളം. ഇത് റേറ്റ് വരുന്നത് ഏകദേശം 14 to 16 ആ റേഞ്ചിലാണ്. 14,000 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് 14 കോടി. ഇത് 14 കോടിയാണ്. 14 കോടി ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവും. 16 ആകുമ്പോൾ കുറച്ചൊരു നല്ല പുതിയ ക്യാമറ എങ്ങനെയാണോ വാങ്ങുന്നത് അതേ കണ്ടീഷനിലേക്ക് ഉണ്ടാവും. 14,000 രൂപ ഈ സാധനം 13 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതെ. ഇതിന്റെ അടുത്ത സീരീസ് ഇറങ്ങി പറഞ്ഞാൽ 1500 ആണ്. 1500 വരുമ്പോൾ ഇത് 15 തന്നെ ദുബായ് വേർഷൻ ആണ്. 2000D ആണ്. 15ലേക്ക് വരുമ്പോൾ ഇതിന്റെ സെൻസറിന്റെ ഇത് വീണ്ടും അപ്ഗ്രേഡ് ചെയ്തു. അത് 24 മെഗാ പിക്സൽ, 24 മെഗാ പിക്സൽ. അതായത് പിക്ചർ എടുത്താൽ പക്കായിരിക്കും. അത്രയും പിക്സൽ ഉള്ളതുകൊണ്ട് തന്നെ നല്ല അടിപൊളി പിക്ചേഴ്സ് എടുക്കാം. വീഡിയോ ഓപ്ഷൻ ഒഴിവാക്കിയിട്ടില്ല, സെയിം തന്നെയാണ്. പിന്നെ ഇതില് അവര് HDMI ഔട്ടും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. 2000. അതെ, നല്ല ബോഡിയാണ്. ഇത് 2000D 1500D ദുബായ് വെർഷൻ. അത്
റേറ്റ് കൂടെ പറഞ്ഞോ. റേറ്റ് ദുബായ് ഇതിന് 19,000 20,000 ആ റേഞ്ചിൽ വരും. ക്വാളിറ്റി ഉണ്ടോ ക്യാമറ? ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും മണിയില്ലണ്ടോ? നീറ്റ് ഷോറൂം കണ്ടീഷൻ വരാതെ. എല്ലാവരും ഈ യൂസ്ഡ് ക്യാമറ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച് അലമ്പായ ക്യാമറ എന്നുള്ളൊരു ധാരണ. അങ്ങനെയല്ല, ചിലപ്പോ ഇന്നെടുത്ത ക്യാമറ വരെ യൂസ്ഡ് ക്യാമറന്റെ ഇതിൽ വരും. അതായത് നമുക്ക് കുറെ ആഗ്രഹത്തിന്റെ പുറത്ത് എടുക്കുന്നവരുണ്ട്, എടുത്തിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നവരുണ്ട്, ഒരു മാസം കഴിഞ്ഞ് അങ്ങനെയൊക്കെ വരുന്ന ക്യാമറസ് ആണ് അധികം ഉള്ളത്. അടുത്ത ഏതാ വരുന്നത്? പിന്നെ ഈ സീരീസിൽ ഇത് 1500 വരെ വന്നിട്ട് 15 ആണ് വരുന്നത്. അതിന് 2000 രണ്ട് വെർഷനും ഉണ്ട്. ഇതിൽ വൈഫൈ വരുന്നുണ്ട് കേട്ടോ. നമ്മളെ ഈ ഇതില് 13 മുതൽ 15 വരുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സെമി പ്രൊഫഷണലിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റിയ ഒരു മോഡലാണ് 60D 60D. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് ഫ്ലിപ്പ് സ്ക്രീൻ വരുന്നുണ്ട്. വീഡിയോഗ്രാഫി കുറച്ചുകൂടി ഫീച്ചർ ചെയ്യാം. അപ്പോൾ ലോ ആംഗിളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഡൗൺ ചെയ്ത് എടുക്കാനൊക്കെ പറ്റും. ഇതിന് ടോപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അതായത് പ്രൊഫഷണൽ ക്യാമറകൾക്കാണ് ഈ ടോപ്പ് ഡിസ്പ്ലേ വരിക. നമുക്ക് ISO കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് പണ്ടെങ്കിൽ വെഡിങ്ങിനൊക്കെ സ്റ്റാർട്ടിംഗ് അല്ലേ? വീഡിയോ ക്യാമറ ആയിട്ട് യൂസ് ചെയ്യുന്നത്. വെഡിങ്ങിന് വരെ വീഡിയോ ക്യാമറ ആയിട്ട് യൂസ് ചെയ്ത ഒരു സാധനം. ഇന്ന് കുറച്ച് അപ്ഗ്രേഡ് ചെയ്തു എന്നേ ഉള്ളൂ. മിററിൽ ഇപ്പോഴും അടിപൊളി പിക്ചേഴ്സും ഫോട്ടോസും എടുക്കാൻ പറ്റുന്ന ക്യാമറയാണ്. എങ്ങനെയാണ് നമുക്ക് ഇത് കിറ്റ് ലെൻസ് അടക്കം നമുക്ക് ഏകദേശം 18,000 രൂപയ്ക്ക് കൊടുക്കാം. 18,000 രൂപയ്ക്ക്? അതെ. അതും അത് ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ യൂസ് ചെയ്ത്. സാധാരണ ഈ 60D ഒക്കെ പക്ക യൂസ് ചെയ്ത് തള്ളിയ പീസുകളാണ് ഉണ്ടാവുക. ഇത് പക്ക ഫ്രഷ് കണ്ടീഷൻ. ഏകദേശം ഒരു 500 ഷട്ടറിൽ കൂടുതൽ അടിക്കാത്ത സാധനം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യൂട്യൂബേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കാണെങ്കിലൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സാധനം കേട്ടോ 60D. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഗിനർ ക്യാമറ എടുക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ കെൽവിൻ അഡ്ജസ്റ്റ്മെന്റ് കഴിയൂല. കെൽവിൻ അഡ്ജസ്റ്റ്മെന്റ്, മൈക്ക് ഇൻപുട്ട് വരുന്നുണ്ട്, HDMI വരുന്നുണ്ട്, ലൈവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പറഞ്ഞാൽ മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഇതിന്റെ ബാറ്ററിയാണ്. LP6 വലിയ ബാറ്ററിയാണ്. നമ്മൾ പ്രൊഫഷണൽ ക്യാമറ വരുന്ന വലിയ ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ബാക്കപ്പ് കിട്ടും ചെയ്യും. പിന്നെ ആ സീരീസിൽ തന്നെ 70D 80D ഒക്കെ വരുന്നുണ്ട്. 80Dന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ മൈക്ക് ഇൻപുട്ട് മാത്രമേ ഉള്ളൂ. ഇതിൽ മൈക്ക് ഇൻപുട്ട് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇയർഫോൺ വെച്ചിട്ട് ആ വോയിസ് കേൾക്കാനും പറ്റും. അപ്പൊ നമുക്ക് റെക്കോർഡിംഗ് കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. പിന്നെ പറഞ്ഞാൽ ഇതിന് ഐ ട്രാക്കിംഗ് വരുന്നുണ്ട്. ടച്ച് ഡിസ്പ്ലേ ആണ്. ഇതിന് ടച്ച് ഡിസ്പ്ലേ അല്ല, ഫ്ലിപ്പ് ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ കൂടി ടച്ച് ഇല്ല. ഇതിന് ഫ്ലിപ്പ് വിത്ത് ടച്ച് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന് വൈഫൈ ഇല്ല, ഇതിന് വൈഫൈ വരുന്നുണ്ട്. ഇത് നമുക്ക് കിറ്റ് ലെൻസ് അടക്കം ഏകദേശം 36,000 രൂപയ്ക്ക് കൊടുക്കാം. 36,000 രൂപയ്ക്ക്. അതും പക്ക പെർഫെക്റ്റ് കണ്ടീഷനിലുള്ള ക്വാളിറ്റി. ഇതൊക്കെ ഇതിന്റെയൊക്കെ വില ആണെങ്കിൽ പണ്ടത്തെ വീഡിയോഗ്രാഫേഴ്സിനെ ചോദിച്ചാൽ മതി. ഏകദേശം 90,000 രൂപ റേറ്റ് വരുന്ന സാധനം. അത് ഇതാണ് ആ സെയിം കണ്ടീഷനിലുള്ള സാധനമാണ് നമ്മൾ ഈ റേറ്റിന് കൊടുക്കണം. ഇതിപ്പോ ഇതിന്റെ ലേറ്റസ്റ്റ് 90D ഇറങ്ങിയിട്ട് അധികം ഇല്ല. അതിന് 1ന്റെ മേലെയാണ് റേറ്റ്. ഇപ്പൊ എന്താ വെച്ചാൽ ഈ മിറർലെസ് ക്യാമറസ് വന്നതോടുകൂടി മിറർലെസ് ക്യാമറ വന്നോട് എല്ലാരും ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഇത് പറ്റൂല, ആ ഒരു ധാരണ ഉണ്ട്. അങ്ങനെ ഒരു സംഭവമില്ല. ഈ ഇതിലുള്ള മെക്കാനിക്, അതായത് ഇതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള കാരണം ഇത് ഈ മിററിലൂടെയാണ് വ്യൂ ഫൈൻഡർ കാണാം. ഈ മിറർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒഴിവാക്കിയിട്ട് സെൻസർ ഫുൾ ടൈം ഡയറക്റ്റ് സെൻസറിലേക്ക് കൊടുത്തിട്ട് ഈ വ്യൂ ഫൈൻഡറിലേക്ക് ഒരു LED ഡിസ്പ്ലേ കൊടുത്ത ഒരു മെക്കാനിസം ആണ് ഈ മിറർലെസ് എന്ന് പറയുന്നത്. അല്ലാതെ അത് വെച്ചിട്ട് വേറൊരു സംഭവം ഒന്നും. പിന്നെ പറയുകയാണെങ്കിൽ ഇതിന്റെ 90D വരുന്നുണ്ട്. നിക്കോൺ D90 കുറിച്ച് പറയാൻ അറിയാലോ. പണ്ട് സിറ്റിങ്ങിന് ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഫേവർ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ എൻക്വയറി, അതായത് സ്റ്റുഡിയോയ്ക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു സാധനമാണ്. ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാല് ഏകദേശം 18,000 രൂപ. ഇതിന്റെ കിറ്റ് ലെൻസ് അടക്കം കേട്ടോ. 18,105 ലെൻസ് അടക്കം ഏകദേശം 18,000 രൂപ. അതും അത്യാവശ്യം ഫ്രഷ് കണ്ടീഷൻ. അതെ, എ ഗ്രേഡ് തന്നെ പറയാം നമുക്ക്. നമുക്ക് ആ ക്വാളിറ്റി അനുസരിച്ചാണ് റേറ്റ് വരുന്നത്. അതെ, ഈ D90 തന്നെ നമുക്ക് ഏകദേശം 6,000 7,000 8,000 അവൈലബിൾ ഉണ്ട്. അത് കണ്ടീഷനാണ് റേറ്റ് ഉള്ളത് യൂസ്ഡ്. ഓക്കെ, നമുക്ക് പിന്നെ ഇതിൽ പിന്നെ കുറഞ്ഞ നമുക്ക് ഈ 600D അത് ഇതിൽ കുറച്ചുകൂടി കൂടിയ മോഡലാണ്. ഇത് 600D. ഇതിന് ഫ്ലിപ്പ് ഡിസ്പ്ലേ ഉണ്ട്. നമ്മൾ 60D എന്ന് പറഞ്ഞില്ലേ, അത് സെമി പ്രൊഫഷണൽ ആണ്. ഇത് ബിഗിനർ അമേച്ചർ ക്യാമറയിൽ വരുന്ന ഒരു ക്യാമറയാണ്. ഇതിന് ടോപ്പ് ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും ഇല്ലാന്നേ ഉള്ളൂ. പക്ഷെ ഫ്ലിപ്പ് ഡിസ്പ്ലേ ഈ വീഡിയോ കാറ്റഗറിക്ക് ഫീച്ചർ ചെയ്ത് വരുന്ന ഒരു സാധനം. ഇതിന് നമുക്ക് ഏകദേശം 15,000 രൂപയ്ക്ക് കിറ്റ് ലെൻസ് അടക്കം കൊടുക്കാം. 15,000 രൂപയ്ക്ക്. ഇതിന്റെ അടുത്ത വേർഷൻ ആണ് 700D എന്ന് പറയുന്നത്. 700D 700D വരുമ്പോ ഇതില് ടച്ച് ഇല്ല.
ഈ 700Dയിലേക്ക് വരുമ്പോൾ ടച്ച് വന്ന് ഓക്കെ ടച്ച് ഡിസ്പ്ലേ വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ടച്ച് വരുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഫോക്കസിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് എടുക്കാം. ഈ 700D നമുക്ക് 15,000 രൂപ മുതലും 12,000 രൂപ മുതലും അവൈലബിൾ ഉണ്ട്. പക്ഷേ ഈ ഡിസ്പ്ലേ ഷെയ്ഡ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് 12,000 രൂപ മുതൽ കൊടുക്കുന്നത്. ഇനി അതൊന്നും ഇല്ല, പെർഫെക്റ്റ് കണ്ടീഷൻ ആണെങ്കിൽ ഏകദേശം 20,000 21,000 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല ക്വാളിറ്റി സാധനം. അതെ. ഈ 750 ആണെങ്കിൽ 750 ആണെന്നുണ്ടെങ്കിൽ ടച്ച്, ഈ 700 ടച്ച് ഉണ്ട് പക്ഷെ വൈഫൈ ഇല്ല. 750യിലേക്ക് വരുമ്പോൾ ടച്ചും വൈഫൈയും ഒരുപോലെ വരുന്ന ഒരു ക്യാമറ. കൂടുതൽ അതായത് ഇത് ഹൈബ്രിഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒരുപോലെ യൂസ് ചെയ്യാം. ഇത് ഏകദേശം റേറ്റ് വരുന്നത് 26 to 30 റേറ്റ് വരുന്നത്. നമുക്ക് 200D കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ 200D കുറച്ചുകൂടി ചെറുതാക്കി ഇറക്കിയിട്ടുണ്ടെന്നുള്ളൂ, കോമ്പാക്ട് ആയിട്ട് ഇറക്കിയെന്നുള്ളൂ. ഇതില് മൈക്ക് ഇൻപുട്ട് കാര്യങ്ങൾ HDMI ഔട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ തൊട്ട് താഴെയുള്ള ഇതേ സാധനം തന്നെ വൈഫൈ ഇല്ലാതെ ഇറങ്ങിയാണ് 650D എന്ന് പറഞ്ഞൊരു മോഡല്. അത് നമുക്ക് അവൈലബിൾ ഉണ്ട്. നിക്കോൺ കുറച്ച് മോഡൽസ് നോക്കിയല്ലോ നീ. ആയിക്കോട്ടെ. നിക്കോൺ സ്റ്റാർട്ടിംഗ് മോഡൽ പറയുമ്പോൾ കനോണിന്റെ 1100 തന്നെ 3100 വരുന്നുണ്ട്. 31 നമുക്ക് റേറ്റ് വരുന്നത് ഏകദേശം 7,000 മുതലാണ്. ഒരു 4,000 മുതൽ ഡിസ്പ്ലേ ഷെയ്ഡ് ഉള്ള മോഡൽസ് അവൈലബിൾ ഉണ്ട്. 4,000 മുതൽ 4,000 രൂപ. അപ്പൊ 7,000 അല്ല 4,000 മുതൽ ക്യാമറാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ഡിസ്പ്ലേ ഷെയ്ഡ് വരും. പക്ഷെ അത് നമുക്ക് ഫോട്ടോഗ്രാഫിക്ക് അഫക്ട് ചെയ്യണതല്ല, ഡിസ്പ്ലേയിൽ കാണുമ്പോൾ ഒരു ഇഷ്യൂ എന്നുള്ളൂ. നമുക്ക് വ്യൂ ഫൈൻഡറിലൂടെ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. അതായത് എന്താ പറയുക, അത്രക്കും ക്യാമറ വാങ്ങുന്ന ആഗ്രഹം ഉണ്ടായിട്ട് പൈസ ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ അത് വെച്ച് ഈ ഡിസ്പ്ലേ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ആയിട്ട് കാണാത്ത രീതിയല്ല, കോർണറിൽ ചെറിയ ബ്ലാക്ക് ഒക്കെ വരുന്ന ഒരു ഇതുള്ളൂ. അല്ലാതെ നമുക്ക് പക്കാ പോകുന്നതല്ല. ആ കണ്ടീഷനിൽ തന്നെ നമുക്ക് ഏകദേശം 2 വർഷം 3 വർഷം ആ കണ്ടീഷനിൽ യൂസ് ചെയ്യാം. അങ്ങനെ എടുക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ നമ്മൾ ഒരു 6 month വാറണ്ടി കൊടുക്കാൻ തയ്യാറാണ് ആ ഡിസ്പ്ലേക്ക്. കാരണം നമുക്ക് അത്ര ഉറപ്പാണ് അത് പോകില്ല. ഷെയ്ഡ് ചെറുതായിട്ടുണ്ടാവുന്നുള്ളൂ. അതെ. ഈ 35 എങ്ങനെ വരുന്നത്? ഈ 35 പറഞ്ഞാൽ ഇപ്പൊ ഇറങ്ങണ മോഡലാ 35. വൈഫൈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 24 MP പിന്നെ സെൻസർ വരുന്ന മോഡലാ അതിന്. ഇത് നമുക്ക് ഏകദേശം കിറ്റ് ലെൻസ് ഫുൾ കിറ്റ് അടക്കം നമുക്കൊരു 20,000 രൂപയ്ക്ക് കൊടുക്കാം. 20,000 രൂപ അല്ലേ? ഓക്കെ. ഞാൻ പറഞ്ഞു നമ്മൾ കുറച്ച് ലേഗ് ആക്കണ്ട. ഈ 55 എങ്ങനെയാണ്? 55 എന്ന് പറഞ്ഞാൽ നമുക്ക് ടച്ച് വരുന്ന മോഡലാണ്. ടച്ച് ഫ്ലിപ്പ് കാര്യങ്ങൾ വൈഫൈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനുപോലെ തന്നെ ഇതിന് മൈക്ക് ഇൻപുട്ട് ഉണ്ട്. മൈക്ക് ഇൻപുട്ട് വരുന്ന HDMI ഔട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വൈഫൈ എല്ലാം വരുന്നുണ്ട്. ഇത് നമുക്കൊരു 25,000 റേഞ്ചിൽ കൊടുക്കാം. 56 പറഞ്ഞാൽ ഈ സീരീസിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലാണ് 56. ഇത് നമുക്ക് വൈഫൈ ടച്ച് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും പക്ക നമ്മളെ 200D ഒക്കെ അല്ലേ കനോണിന്റെ ആ ഒരു റേഞ്ചിലേക്ക് താരതമ്യം ചെയ്യാൻ പറ്റും. അതെ അതെ. സ്റ്റീരിയോ ലെഫ്റ്റ് റൈറ്റ് സ്റ്റീരിയോ റെക്കോർഡിംഗ് എല്ലാം കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്കൊരു 30-32 ആ റേഞ്ചിൽ കൊടുക്കും. അതെ. 53 എന്ന് പറഞ്ഞാൽ ഇതിന്റെ താഴേക്ക് ഈ സീരീസിൽ കുറച്ച് താഴെ വരുന്ന മോഡൽ. അതെ. ഇതില് വൈഫൈ വരുന്നുണ്ട്. ടച്ച് ഇല്ല എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. ഡിസ്പ്ലേയും കാര്യങ്ങളും ടച്ച് ഡിസ്പ്ലേ മീൻസ് ഫ്ലിപ്പ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്കൊരു 16,000 രൂപയ്ക്ക് കൊടുക്കാം. 16,000 രൂപയ്ക്ക്. അപ്പൊ നിക്കോൺ നമുക്ക് 4,000 സ്റ്റാർട്ട് ചെയ്ത് ഒരു 30-32 വരെ അമേച്ചേഴ്സിന്റെ മോഡൽസ് ഉണ്ട്. നമുക്ക് ഇനിയിപ്പോ ഓർഡർ അങ്ങോട്ട് പോവാം. നമുക്ക് 60 Mark II. ഇത് പ്രൊഫഷണൽ ക്യാമറ വീഡിയോക്ക് ഏറ്റവും ഫീച്ചർ ചെയ്യുന്ന സാധനമാണ്. ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് വീഡിയോക്ക്. ഇതിന് ഏകദേശം ഇറങ്ങിയ സമയത്ത് 190 എങ്ങാനും റേറ്റ് ഉള്ള ബോഡിയാണ്. ഇത് നമ്മൾ കൊടുക്കാൻ പോകുന്ന വെറും 40,000 രൂപയ്ക്ക്. അതും ഫ്രഷ് കണ്ടീഷൻ. 40,000 കണ്ടീഷൻ ഒന്ന് കാണിച്ചു കൊടുക്കാൻ. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വീണില്ല. 60 Mark II ആണ് കേട്ടോ. അതെ. എല്ലാം ഒരു 500 കൂടി കൊടുത്ത് 39,500. അതെ. നമുക്ക് അത് പിന്നെ ബോഡി മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ. ഇത് ഈ കണ്ടീഷനിലുള്ള റേറ്റ് ആണ്. ഇത് തന്നെ നമുക്ക് ഒരു 28,000 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 28,000 മുതൽ 60 Mark II സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതെ. പിന്നെ എല്ലാരും നമ്മൾ ഈ വീഡിയോ കണ്ട് എടുത്തു ചാടി വാങ്ങാതെ 5D Mark IV ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും ഫീച്ചർ ചെയ്യണതാണ്. ഇതിന് എന്നാ വീഡിയോയും ഉണ്ട്. ടച്ച് വരുന്നുണ്ട്. ഫ്ലിപ്പ് ഡിസ്പ്ലേ അല്ല. ഈ ഫ്ലിപ്പ് വരുമ്പോഴാണ് വീഡിയോ അതെ കുറച്ചുകൂടി ഫേവറബിൾ ആയിട്ട്. ഇത് ടച്ച് വരുന്നുണ്ട്. ഇതിന്റെ പിക്ചർ മോൾഡിംഗ് എന്ന് പറഞ്ഞാല് ഹെവിയാണ്. ഇതൊക്കെ യൂസ് ചെയ്ത ആൾക്ക് രാജാവായി വാണ ആളാണിത്. ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും മിറർലെസ് ക്യാമറയോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന മോഡൽസ് ആണ് ഇതൊക്കെ. 5D Mark IV 5D Mark III ഫോട്ടോഗ്രാഫി. ഈ 5D Mark IV ഫോട്ടോഗ്രാഫി ഒന്നും കൂടി അടിപൊളിക്ക് തോന്നുന്നു 5D Mark III ആണെന്ന്. വീഡിയോഗ്രാഫി ഇത് കുറച്ചുകൂടി ഫേവർ ചെയ്യുന്നേ ഉള്ളൂ.
പിന്നെ ഇത് 60 Mark II ആണ്. രണ്ടും ഫേവർ ചെയ്യുന്നുണ്ട്. ഹൈബ്രിഡ് പോലെയാണ്. ഇതെങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് നമുക്കൊരു 38,000 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് എത്രയാണ്? 5D Mark IV സ്റ്റാർട്ടിംഗ് ആണ് 38,000 രൂപ. 1,90,90,95,000 രൂപ ബോഡി വരുന്നുണ്ട്. അത് നമ്മൾ വെറും 38,000 രൂപ മുതൽ സ്റ്റാർട്ടിങ് കൊടുക്കാൻ പോവാം. 5D Mark III. ഇത് 5D Mark III. നമുക്ക് ഈ ബോഡി ഏകദേശം അത്യാവശ്യം നല്ല കണ്ടീഷനിലുള്ള ബോഡിയാണ്. ഇത് ഏകദേശം നമുക്കൊരു 22,000-23,000 രൂപയ്ക്ക് കൊടുക്കാം. നമുക്ക് 18,000 രൂപ മുതൽ സ്റ്റോക്ക് ഉണ്ട്. ഇവിടെ ഉണ്ടാവില്ല, സ്റ്റോക്ക് ഉണ്ടാവില്ല. 18,000 മുതൽ നമുക്ക് പ്രൊഫഷണൽ ക്യാമറാസ്. അതെ, ഇത് Mark III തന്നെയാണല്ലോ അല്ലേ? ഇത് 5D Mark III ആണ്. Mark IV ആണ്. Mark IV ആണ്. ഇപ്പൊ സാധനം സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. M50 നമ്മളെ മിറർലെസ് ആദ്യം ഇറങ്ങിയ മോഡലാണ്. ഇത് നമുക്കൊരു മീൻസ് ഭയങ്കര ഹാൻഡി ആയിട്ട് ചെറിയൊരു ക്യാമറ വേണേൽ പോക്കറ്റ് ക്യാമറ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പോക്കറ്റിൽ കൊള്ളൂരെങ്കിലും പോക്കറ്റ് ക്യാമറ എന്ന് പറയാം. ഇത് റേറ്റ് വരുന്നത് ഏകദേശം 28 to 32 ആണ്. 28,000 മുതൽ 32,000 രൂപ വരെ. ഓക്കെ, അതായത് മാക്സിമം റേറ്റ്. ഇത് 32,000 നമ്മൾ എക്സ്ട്രാ ആക്സസറീസ് എല്ലാം കൂടിയാ കൊടുക്കുന്നത്. ഒന്നും ആക്സസറീസ് ഒന്നും ഇല്ലെങ്കിൽ 28,000 സാധനം മോശമായിട്ടില്ല, നല്ല സാധനം തന്നെ. ഇതിപ്പോ M50 തന്നെയാണ്. ഇതിനിപ്പോ കംപ്ലൈന്റ് എന്നല്ല, ഇതിന് റബ്ബർ ഗ്രിപ്പ് ലേശം ഇളകിയിട്ടുണ്ട്. ഗ്രിപ്പ് ഇളകിയിട്ടുള്ളൂ, വേറെ കംപ്ലൈന്റ്സോ കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്കൊരു 27,000 കൊടുക്കാം. 27,000. ഈ ഗ്രിപ്പ് നമുക്ക് മാറ്റാം, പക്ഷെ ഇത് നോർമലി ഇതിന്റെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. മാറ്റണം എന്നുള്ളവർക്കാണെങ്കിൽ മാറ്റാൻ പറ്റും. ഏകദേശം 1000 ആ റേഞ്ചിലേ ഉള്ളൂ. വേറെ കംപ്ലൈന്റ്സ് ആയിട്ടോ കാര്യങ്ങളായിട്ടോ സ്ക്രാച്ച് ആയിട്ടോ വേറെ ഒരു ഇഷ്യൂ ഇല്ലാത്ത ക്യാമറ. 27,000 രൂപ. M50 വരുന്നുണ്ട്. ഇനി M50 Mark II ആണ് ഞാൻ വരുന്നത്. M50 Mark II വരുന്ന പറഞ്ഞാൽ സെയിം ബോഡി ഫീച്ചറും വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ഏകദേശം 38,000 കൊടുക്കാം. 38,000 രൂപക്ക് M50 Mark II വിത്ത് കിറ്റ് ലെൻസ്. 55-60 രൂപ ഏകദേശം ആ റേറ്റ് ഉണ്ട്. ഇപ്പൊ ഏകദേശം ഡൗൺ ആണെന്ന് തോന്നുന്നുണ്ട്. സാധനം അവൈലബിൾ. നല്ല പിക്ചർ ക്വാളിറ്റി ആണ്. അതുപോലെ തന്നെ വീഡിയോ എടുക്കാനാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് അതിന്റെ ബ്ലോഗേഴ്സിനൊക്കെ പറ്റിയ സാധനം. ഇപ്പൊ തുടക്കക്കാരാണെങ്കിലും എടുത്ത് പഠിക്കാൻ പറ്റിയ ഒരു മോഡലാണ്. ഇനിയിപ്പോ നമുക്ക് ഇങ്ങോട്ട് വരാണെങ്കിൽ 6 കാണുന്നത് തന്നെ. ഇത് 6 നിർത്തിയിട്ട് ഇത്ര വർഷമായെങ്കിലും 6 ആൾക്കാർ എപ്പോഴും കൂടുതലാണ്. ഈ 6 കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്രഷ് എടുക്കുന്ന എങ്ങനെയാണോ ആ കണ്ടീഷനിലുള്ള 6. ഈ ഇങ്ങനത്തെ EOS R കിട്ടാൻ ഏറ്റവും റെയർ ആയിട്ട് കിട്ടുന്ന ഇതൊരു അമേച്ചർ ആള്, ഒരു ലേഡി യൂസ് ചെയ്ത ക്യാമറ. ഇത് നമുക്ക് ഏകദേശം 84,000 രൂപ റേറ്റ് വരുന്നുണ്ട്. എന്ന് ഈ ബോഡീന്റെ റേറ്റ് ആയിട്ട് ഞെട്ടരുത്. ഈ EOS R സെയിം EOS R തന്നെ നമുക്ക് 50,000 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 50,000 രൂപക്ക് EOS R ഉണ്ട്. നല്ല ക്വാളിറ്റി ആകുമ്പോൾ 84,000. പക്ഷെ നല്ല ക്വാളിറ്റി മീൻസ് അതിന്റെ യൂസ് നമ്മൾ പുതിയ വാങ്ങുന്ന കണ്ടീഷനിൽ അവൈലബിൾ. ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഹൈബ്രിഡ് മോഡലാണ്. നമുക്ക് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും രണ്ടും ഫേവർ ചെയ്യും. അതുകൊണ്ടാണ് ഇതിന് ഇത്ര ഡിമാൻഡ് വരുന്നത്. EOS R ഇത് നമുക്കൊരു 55,000 കൊടുക്കാൻ പറ്റിയ മോഡലാണ്. 55,000 ന്റെ ഇതും കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല. ബൾജ് ആയിരുന്നുള്ളൂ. ഈ റബ്ബറും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി M4. ഇത് M4 ഇപ്പൊ ആർക്കും പറഞ്ഞിട്ട് സോണിന്റെ M4 സോണിന്റെ M3കളൊക്കെ എല്ലാവർക്കും പരിചിതമായിരിക്കും. സോണി ഈ M4 നമുക്ക് റേറ്റ് വരുന്നത് 1 year വാറണ്ടി വിത്ത് പിന്നെ എല്ലാ സർവീസ് കാര്യങ്ങള് പക്ക നീറ്റ് ബോഡി. പെയിന്റും കാര്യങ്ങളും ഒന്നും പോയിട്ടില്ല. ആകെ ഒരു ഇത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ റബ്ബർ ലേശം ബൾജായിട്ടുണ്ട്. ഇത് വാറണ്ടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സർവീസ് സെന്ററിൽ വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഏകദേശം ഒരു 1.38 റേഞ്ചിൽ കൊടുക്കാം. 1.38 1 year വാറണ്ടിയിലാണ്. ഈ സോണിക്ക് ഷട്ടർ പൊട്ടാന്നുള്ള ഒരു കംപ്ലൈന്റ് ഉണ്ട്. ഈ ഷട്ടർ വലിയൊരു ഇഷ്യൂ ആയിട്ട് കാണണ്ടില്ല. വാറണ്ടിയിലാണെങ്കിൽ അത് ഫ്രീ ആയിട്ട് തന്നെ റീപ്ലേസ് ചെയ്ത്. അല്ല, ഈ ഒരു ബോഡീന്റെ ബിൽഡിംഗ് ആയ ഒരു ഇതായിട്ട് വരുന്നതാണ്. എല്ലാത്തിനുമില്ല. ഈ M4 പൊതുവേ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും റയറസ്റ്റ് ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അത് വിചാരിച്ചിട്ട് അത് പേടിച്ച് താക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഒരു പുതിയ മോഡൽസ് പിന്നെ മാറ്റി ഫോട്ടോഗ്രാഫിക്ക് M3 ആണ് ഏറ്റവും ബെറ്റർ. പക്ഷെ വീഡിയോഗ്രാഫിക്ക് ആകുമ്പോ ഈ ടച്ചും ഫ്ലിപ്പ് ഡിസ്പ്ലേയും എല്ലാം കൊണ്ടും, അതായത് വീഡിയോഗ്രാഫിക്ക് ഏറ്റവും കൂടുതൽ ഫേവർ ചെയ്യണം. അത് ഇത് നമുക്ക് ഒരു 1.38 കൊടുക്കാൻ പറ്റും. കൊറേ അല്ല ഇനി M3 നമ്മളേക്ക് ഇഷ്ടം പോലെ സ്റ്റോക്ക് വരുന്നുണ്ട്. ഏകദേശം 50,000 മുതൽ M3 സ്റ്റോക്ക് വരുന്നുണ്ട്. 48,000 ആ റേഞ്ചിൽ M3 സ്റ്റോക്ക് വരുന്നുണ്ട്. പിന്നെ
നല്ല ക്വാളിറ്റി അല്ലേ ഒക്കെ അല്ലേ? നല്ല ക്വാളിറ്റി. ഇപ്പൊ എല്ലാം കൂടി ഇവിടെ എടുത്തു വെക്കാനുള്ള സ്ഥലമല്ലോ. സ്റ്റോക്ക് ഒരുപാടുണ്ട് കേട്ടോ. ഇതിപ്പോ ഈ ഷോപ്പിൽ സ്റ്റോക്കില്ലെങ്കിലും നമുക്ക് ബ്രാഞ്ചസിൽ നമുക്ക് 4ഓളം ബ്രാഞ്ചുകളുണ്ട്. എവിടേക്കാണ് ഒന്നും പറഞ്ഞോ? അതായത് കൊല്ലത്തുണ്ട്, തിരുവനന്തപുരം ഉണ്ട്, കണ്ണൂരും ഉണ്ട്. അപ്പൊ നമ്മുടെ എല്ലാ ഷോപ്പിന്റെ നമ്പറോട് കൊടുക്കാം. എവിടെ വിളിച്ചാലും മതി, സാധനം നിങ്ങളുടെ വീട്ടിലെത്തി തരും. അതെ. ഇനി ഇത് പറയാണ് സോണീന്റെ A7C. A7C അതായത് വ്ളോഗിങ്ങിനൊക്കെ ഫീവർ ചെയ്തിട്ട് എന്നാ വ്യൂ ഫൈൻഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹൈബ്രിഡ് മോഡലിൽ വരുന്നതാണ്. ഫ്ലിപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇത് നമുക്ക് റേറ്റ് വരുന്നത് 70,000 രൂപയാണ്. വെറും 70,000 രൂപ. ഈ ഫ്രഷ് കണ്ടീഷൻ ഉള്ള A7Cക്ക് 70,000 രൂപ. 70,000. സോണിന്റെ തന്നെ നമുക്ക് എന്താ വെച്ചാൽ ബിഗിനേഴ്സിന് എടുക്കാൻ പറ്റിയ കുറെ മോഡൽസ് ഉണ്ട്. സോണിന്റെ ബിഗിനേഴ്സിന് മിറർലെസ് A6000 മുതലേ വരിക. A51 ഒക്കെ ഉണ്ട്, അത് കുറച്ച് പഴയതാണ്. നമുക്ക് ഒരു A6000 വരെ നമുക്ക് അത്യാവശ്യം അടിപൊളിയായിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റും. ഒരു 20,000 മുതൽ സ്റ്റാർട്ടിങ് വരും. 20,000 മുതൽ 6000 ഈ ഒരു മോഡൽ സ്റ്റാർട്ട്. 61 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 38,000 മുതൽ 42,000 വരെ വാറണ്ടി ബേസ്ഡ് റേറ്റ് വരുന്നുണ്ട്. 65 നമുക്കൊരു 38,000 രൂപയ്ക്ക് കൊടുക്കാം. 38,000 രൂപയ്ക്ക് സോണിന്റെ പിന്നെ 64 വരുന്നുണ്ട്. 64 50 അടക്കം ഒരു 50,000 രൂപയ്ക്ക് കൊടുക്കാം. വാറണ്ടി അടക്കം, അതും ഫ്രഷ് കണ്ടീഷനിലുള്ള സാധനം. 50mm ലെൻസ് അടക്കം കേട്ടോ വരുന്നത്. ഇതേതാ ലെൻസ് വരുന്നത്? ഇത് ടാമറോണിന്റെ സോണി മൗണ്ട് ആണ്. 70-300 സൂം ലെൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇത് നമുക്കൊരു 21,000 രൂപയ്ക്ക് കൊടുക്കാം. എടുത്തിട്ട് ആകെ 4 മാസമായിട്ടുള്ളൂ. വാറണ്ടി റിമൈനിങ് ഉണ്ട്, അത് മറക്കരുത്. ഇത് കോംബോ ആണോ? കോംബോ ആയിട്ട് വേണേ കോംബോ ആയിട്ട് കൊടുക്കാം. ഇത് ഈ നവംബറിലില്ലേ, ഈ നവംബറിൽ എടുത്ത ക്യാമറ ഏകദേശം 6 മാസം ഓൾഡ് ആയിട്ടുള്ളൂ. യൂസേജ് ഇല്ല. സോണി 3 വാറണ്ടി ഉള്ളത്. 2 കൊല്ലത്തിന്റെ മേലെ വാറണ്ടി വരുന്നുണ്ട്. ഷട്ടർ കൗണ്ട് ഏകദേശം 5,000 താഴെ ഷട്ടർ കൗണ്ട് ആയിട്ട്. ഇത് നോക്കിയാ അറിയാം, നമ്മള് പാക്ക് പൊട്ടിച്ച കണ്ടീഷൻ. ഇത് നമുക്ക് റേറ്റ് കൊടുക്കാൻ പറ്റുക 1,69,000 കൊടുക്കാം. 1,69,000. 2,3 ഇപ്പൊ റേറ്റ് ഉണ്ട്. എന്നാലും സെയിം കണ്ടീഷനിൽ ഏകദേശം എത്ര 31-40 റുപ്യന്റെ അടുത്ത് ഡിഫറൻസ്. ഇതൊക്കെ സോണി മൗണ്ട് തന്നെയാണ്. വൈഡ് ലെൻസ് 16mm 1.8 FE വരുന്നത്. ഇത് ഫ്രഷ് ഏകദേശം 50,000-60,000 റേറ്റ് വരുന്നുണ്ട്. നമുക്ക് ഏകദേശം ഒരു 35-40 കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, ഈ ബിഗിനേഴ്സിന് വേണ്ട ക്യാമറാസിന്റെ ലെൻസുകളൊക്കെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് കൂടെ കാണിച്ച വീഡിയോ ലെങ്ത് ആയി പോകും. അതിനാൽ വീഡിയോ നമ്പർ കൊടുക്കാം. നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഏത് ലെൻസ് വേണമെങ്കിലും വില കുറവ് കിട്ടോ. വീഡിയോ കണ്ട് വരികയാണെങ്കിൽ അത് പറയണം. വീഡിയോ കണ്ട് വിളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഓഫർ കൊടുക്കാം. ഒരു 1,000-500 രൂപ കുറച്ച് കൊടുക്കണം. അതുണ്ടോ കേട്ടോ. നമുക്ക് ഇനി ഇങ്ങോട്ട് വന്നാൽ ബോക്സ് ഇതെന്താ സാധനം? ഇത് നമ്മളെ മൊബൈൽ ഗിംബലാ. ഈ മൊബൈലിൽ വെച്ചിട്ട് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ സിയൂന്റെ സ്മൂത്ത് എക്സ് എന്ന് പറഞ്ഞ 2 ആക്സിസ് ഗിംബലാ. ഇത് ഓൺലൈനിൽ ചെക്ക് ചെയ്താൽ അറിയാം. സ്മൂത്ത് എക്സ് ഓൺലൈനിൽ ഏകദേശം 8,000 രൂപ 7,000 മേലോട്ട് റേറ്റ് കാണിക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കാൻ വന്നത് 3,800. 3,800 രൂപക്ക് ഉപയോഗിച്ചതാണെന്നുള്ള ഒരു ഇത് വേണ്ട. പൊട്ടിക്കാത്ത സാധനം 3,800 കൊടുക്കാം. 3,800 രൂപ. നമുക്ക് 7,000 രൂപ വില വരുന്ന സാധനമാണ് 3,800 രൂപ. അതെ. ഇനി നമ്മൾ ഇറക്കിയ സമയത്ത് ഏകദേശം 50ഓളം സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം ഒരു 7-8 പീസേ ഉള്ളൂ. വേണ്ടവര് പെട്ടെന്ന് കോൺടാക്ട് ചെയ്താൽ. നമ്മൾ ഡ്രോണുകളൊക്കെ ചെയ്യുന്നുണ്ടോ? ഡ്രോൺ നമ്മൾ ചെയ്യുന്നുണ്ട്. നിയോ ഒക്കെ കിട്ടാൻ കുഴപ്പമുണ്ടോ? നിയോ ചെയ്യുന്നുണ്ട്. നിയോ കോംബോ വരുന്നുണ്ട്. കോംബോയ്ക്ക് നമുക്ക് ഏകദേശം 38,000 രൂപയാണ് റേറ്റ് വരുന്നത്. കോംബോയിൽ നമുക്ക് പിന്നെ ഡ്രോണ്, 3 ബാറ്ററി, അതിന്റെ ചാർജിങ് ഹബ്ബ്, അതിന്റെ റിമോട്ട് എല്ലാം അടക്കം വരുന്നത് 38,000 കൊടുക്കാം. മിനി 4 Pro നമ്മളെല്ലാം സീൽഡ് ബോക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ 38,000 പറഞ്ഞ സീൽഡ് ബോക്സിന്റെ റേറ്റ് ആണ്. മിനി 4 Pro സീൽഡ് ബോക്സ് നമ്മൾ 1,500 കൊടുക്കണം. മിനി 4 Pro ഏത് ഇത് വേണമെങ്കിലും കൊടുക്കാം. മിനി 3 ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഫ്ലൈമോർ കോംബോ ആണ്. 3 ബാറ്ററി ചാർജ് ഫ്ലൈമോർ കോംബോ. മറ്റേത് വരുന്നത് മിനി 4 Pro വരുന്നത് 1,500. മിനി 3 വരുന്നത് 68,000 കൊടുക്കാം. ഡിസ്പ്ലേ അല്ല, നമുക്ക് സ്റ്റാർട്ടിംഗ് ഡ്രോൺ എത്ര വരുന്നത്? സ്റ്റാർട്ടിങ് നമുക്കൊരു 20,000 കൊടുക്കാം. 20,000 രൂപയ്ക്ക് സാധനം ഇവിടെ ഉണ്ടോ? 20,000 രൂപയ്ക്ക് ഡ്രോൺ തരാന്ന്. അതെ. വരില്ലല്ലോ. മാവിക് മിനി 2.7K റെക്കോർഡിംഗ് വരുന്ന മാവിക് മിനി 20,000 രൂപയ്ക്ക്.
ഇതിൽ വരുന്ന സിംഗിൾ ബാറ്ററി ആയിരിക്കും. സിംഗിൾ ബാറ്ററി ഏകദേശം 28 മിനിറ്റ് ആണ് കമ്പനി പറയുന്നതെങ്കിലും നമുക്കൊരു 22 മിനിറ്റ് നമ്മളെ ഒരു ക്ലൈമറ്റിൽ നമുക്ക് പറത്താൻ പറ്റും. കണ്ടീഷൻ പക്കാണ്, ഫ്ലൈന് കാര്യങ്ങൾക്ക് ഒന്നും കംപ്ലൈന്റ് ഇല്ല. അറിയാത്ത ആൾക്കാരാണ് നമ്മൾ പറത്തി കാണിച്ചു കൊടുക്കും. അതിന്റെ ട്രെയിനിങ് കുറച്ച് നേരം ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. ഇനി ഇതിന്റെ ഫ്ലൈമോർ കോംബോ ഉണ്ട്. ഇതിന്റെ മൊത്തം ഫുൾ ബാഗ്, ഇതിന്റെ പ്രൊട്ടക്ഷൻ ഹബ്ബ് എല്ലാം കൂടി നമ്മൾ കൊടുക്കുന്ന ഇതിന്റെ ഫുൾ കിറ്റ് കൊടുക്കുന്നത് 30,000 രൂപയ്ക്കാണ്. ഇതിന്റെ എക്സ്ട്രാ, അതായത് 3 ബാറ്ററി ഉണ്ടാവും അതിൽ. അതിന്റെ ചാർജിങ് ഹബ്ബ് ഉണ്ട്. ഇതിന്റെ ബാറ്ററിനെ സെപ്പറേറ്റ് ഏകദേശം 8,000-6,000 റേഞ്ച് വില ഉണ്ട്. അങ്ങനെ നോക്കിയാൽ തന്നെ വൻ ലാഭമാണ്. പോരാത്തന്നെ ഇതിന്റെ പ്രൊട്ടക്റ്റിംഗ് ലീഫ് പ്രൊട്ടക്ടർ ഉണ്ടാവും, ഇതിന്റെ ബാഗ് ഉണ്ടാവും, എല്ലാം അടക്കം. അപ്പോൾ 30,000 രൂപയ്ക്ക് ഡ്രോൺ മാത്രമാണെങ്കിൽ 20,000 രൂപ. 20,000 രൂപ. അതിൽ 20,000 രൂപയ്ക്ക് വരുന്ന സിംഗിൾ ബാറ്ററി, അതിന്റെ റിമോട്ട്, ഡ്രോണ് എല്ലാം ഈ ബോക്സും കൊടുക്കും. അതുപോലെ ഇവിടെ ഈ ബോക്സ് പീസ് ഇതൊക്കെ R10 ഒക്കെ എന്തായാലും വരുന്നത്. ഇത് R10 എന്ന് പറഞ്ഞാല് യൂസ് ചെയ്യാത്ത പീസാണ്. വിത്ത് കിറ്റ് ലെൻസ് ആണ് റേറ്റ് വരുന്നത്. കിറ്റ് ലെൻസ് നമുക്കൊരു 52,000 കൊടുക്കാം. ഇത് 85 1.4 വെറും 6 മാസം പഴക്കമുള്ളതാണ്. ഏകദേശം 2 വർഷത്തിനടുത്ത് 1 വർഷം 8 മാസത്തോളം വാറണ്ടി ഉണ്ട്. ഇതിന് നമുക്ക് ഒരു 62,000 കൊടുക്കാം. 35 1.4 ദുബായ് പീസ് ആണ്. വാറണ്ടി ഇല്ല. എന്നാ യൂസ്ഡ് അല്ല, ജസ്റ്റ് ഓപ്പൺ ചെയ്തിരുന്നേ ഉള്ളൂ. ഇത് നമുക്കൊരു 47,000 കൊടുക്കാം. 47,000 കിട്ടും. അതെ. ഇത് റേറ്റ് കുറഞ്ഞതും ഈ 1.4 റേറ്റ് കുറഞ്ഞതുണ്ട്. ജി മാസ്റ്റർ നമുക്ക് ഏകദേശം 56 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ലെൻസുകൾ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് റേറ്റ് കുറച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. അതെ. R50 നമുക്ക് അറിയാം 68 രൂപ ഫ്രഷ് റേറ്റ് വരുന്നുണ്ട് വിത്ത് വാറണ്ടി. അതായത് ഇത് ഏകദേശം 3 മാസമായിട്ടുള്ളൂ വാങ്ങിയിട്ട്, എന്നാൽ യൂസ്ഡ് അല്ല. ഇത് 500 നമ്മൾ ടെസ്റ്റ് ഷട്ടർ അടിക്കില്ലേ, 500 താഴെ ഷട്ടർ മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് 48,000 രൂപ. 48,000 രൂപ. അതെ. ഈ R100 ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ്ങിൽ ലോ ബഡ്ജറ്റ് മിറർലെസ്സിൽ കളിക്കുന്ന ഒരു സാധനമാണ് RF മൗണ്ട്. ഇത് നമുക്ക് ഫ്രഷ് ഏകദേശം 40 ആ സംതിങ് ആവറേജ് 40 വരുന്നുണ്ട്. ഇത് വിത്ത് 3 മാസമായി, ഇത് 3 മാസമായിട്ടുള്ളൂ. ഇത് റേറ്റ് വരുന്നത് 30,000 രൂപ. ബാറ്റീസ് എല്ലാവർക്കും അറിയണതാണ്, അടിപൊളി റിസൾട്ട് ഉള്ള കാര്യമാണ്. ഇതിന് ലെൻസിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. പുറമെ ലേശം പെയിന്റ് പോയി ഇളകിയിട്ടുണ്ടെന്നുള്ളൂ. നമുക്കൊരു 26,000 രൂപയ്ക്ക് കൊടുക്കാം. 26,000 രൂപയ്ക്ക് ബാറ്ററിന്റെ 1.8 പീസ്. അല്ല ഇവിടെ എന്താ സ്റ്റിക്കർ വർക്ക് ഉണ്ടോ? അതെ, ഒരുപാടുണ്ടല്ലോ സ്റ്റിക്കർ. ഒരുപാട് സ്റ്റിക്കർ ഉണ്ട്. എങ്ങനെയാണ് നമുക്ക് സ്റ്റിക്കർ വർക്ക് എങ്ങനെയാണ്? നമ്മള് സ്റ്റിക്കറിന് ഓരോ ക്വാളിറ്റി ഉണ്ട്, പല ക്വാളിറ്റി ഉള്ള. നമുക്ക് 1000 മുതൽ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കാനുള്ള റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റിക്കർ ക്വാളിറ്റിക്ക് അനുസരിച്ച് നമുക്ക് പല കാർബൺ ഫൈബർ, ബ്രീത്തബിൾ മെംബ്രെയിൻ, അങ്ങനെ പല തരത്തിലുള്ള സ്റ്റിക്കേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ ആ ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ച് നമുക്ക് മാക്സിമം റേറ്റ് കുറച്ച് ചെയ്യാൻ പറ്റും. അതെ. അപ്പൊ നമുക്ക് കുറേ തീർക്കാൻ പറ്റും. അതിപ്പോ ഒട്ടിക്കാൻ അറിയുന്ന ആള് പാടൊന്നുമില്ല, നമുക്ക് കറക്റ്റ് ആയിട്ട് മെഷീൻ കട്ട് ചെയ്യുന്നതാണ്. ഏതാണോ മോഡൽ ഓല് പറഞ്ഞാൽ സ്റ്റിക്കർ ഓല് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഡിസൈൻ കട്ട് ചെയ്ത് കൊടുക്കും. അത് ഓർക്ക് അഡ്രസ്സിൽ അയച്ചു കൊടുത്താൽ അവർക്ക് ജസ്റ്റ് ഒരു ഹീറ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ബ്ലോവർ ജസ്റ്റ് ഒട്ടിക്കാനേ ഉള്ളൂ. ഇങ്ങോട്ട് അയക്കാം, നേരിട്ട് വരും, അങ്ങനെയാണ് ചെയ്യാൻ. അതായത് സ്റ്റിക്കർ ഓർഡർ ചെയ്യുന്നവർക്ക് ഈ റേറ്റ് അല്ല കേട്ടോ, അത് റേറ്റ് കുറവാണ്. ഇതിന്റെ ഏകദേശം പകുതിയോളം നമുക്ക് കട്ടിങ് ചെയ്ത് ഒട്ടിക്കാനാണ് കുറച്ച് പണിയില്ല. ഒട്ടിക്കാൻ ടൈം എടുക്കണം. ഇപ്പൊ പ്രൊഫഷണൽ ക്യാമറ ആണെങ്കിലും ബിഗിനർ ക്യാമറ, ഇനി ക്യാമറ മാത്രമല്ല നമ്മളെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എന്താണെങ്കിലും, ലാപ്ടോപ്പ്, ഗിംബല്, ഡ്രോൺ എല്ലാത്തിലും നമുക്ക് സ്റ്റിക്കർ ചെയ്യാൻ പറ്റുന്നതാണ്. എന്തിന് ഗോപ്രോ വരെ നമുക്ക് സ്റ്റിക്കർ ചെയ്യാൻ പറ്റില്ല. ക്യാമറന്റെ ആക്സസറീസ് എല്ലാം ചെയ്യുന്നുണ്ടോ? ക്യാമറ ആയിട്ട് റിലേറ്റഡ് എന്ത് ആക്സസറീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ബാഗ്സ് ഒക്കെ എങ്ങനെയാണ്? യൂസ്ഡ് ബാഗ്സ് ഉണ്ട്, ഫ്രഷ് ബാഗ് ഉണ്ട്. എത്ര ബാഗ്? 150 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 150 ക്യാമറ ബാഗ് അല്ലേ? 150 മുതൽ ക്യാമറ ബാഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് 4,000 5,000 ഒക്കെ ഫ്രഷ് ബാഗ് ഉള്ളത്, സെയിം കണ്ടീഷനിലുള്ള സാധനം നമ്മൾ 2,000 താഴെ കൊടുക്കുന്നത്. അതുപോലെ ഫ്ലാഷ്, ഞാൻ ഇവിടെ അന്ന് കണ്ട സാധനമല്ല, ഫ്ലാഷ് ഉണ്ട്, ഫ്ലാഷ്, ലൈറ്റിംഗ്, ലൈറ്റ് സെറ്റപ്സ് എല്ലാം നമ്മളതിൽ അവൈലബിൾ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മളതിൽ കറന്റ് സ്റ്റോക്ക് ഔട്ട് ആണെന്നുണ്ടെങ്കിലും ഒരു കസ്റ്റമർ നമ്മളെ ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട എന്താ റിക്വയർമെന്റ് എന്താ നോക്കിയിട്ട് നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമേഴ്സിന് കയ്യിലൊക്കെ ക്യാമറസ് ഉണ്ട്, നമുക്ക് സെല് ചെയ്യാൻ ആവശ്യമുണ്ടോ? അതെ, നമുക്ക് അതും പ്രൊവൈഡ്. ഇപ്പൊ ചില ആൾക്കാർക്ക് എവിടെ വിൽക്കണം എന്നറിയില്ല. അപ്പൊ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ അവർ ഫോട്ടോ അയക്കുക. ഇനിയിപ്പോ അവര് ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി പിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. നമ്മൾ റേറ്റ് കോട്ട് ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ
അത്യാവശ്യം നല്ല റേറ്റ് നിങ്ങൾക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് രണ്ടുപേർക്കും ഒരു ഇതില് നമ്മള് വെറുതെ എല്ലാരും പറയുന്ന പോലെ ഭയങ്കര ഇത് എന്ന് പറയില്ല, ചെറിയൊരു പ്രോഫിറ്റ് എടുത്തിട്ടേ നമ്മൾ ചെയ്യുള്ളൂ. അത് എല്ലാവർക്കും അറിയാം. ഒരു 1500-2000 ആ റേഞ്ചിൽ ഒരു പ്രോഫിറ്റ് എടുക്കും. കാരണം നമുക്ക് അതിന്റെ ചെലവ്, അങ്ങോട്ട് പോയി എടുക്കേണ്ട ചെലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതിന്റെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ റേറ്റ് കൊടുത്തിട്ട് നമ്മൾ സാധനം എടുക്കും. അപ്പൊ ക്യാമറാസ് ഒക്കെ ഇനി കൊടുക്കാനുണ്ടെങ്കിലും നേരെ വിളിച്ചാൽ മതി, നമ്പർ താഴെ കൊടുക്കാം. നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമുക്ക് ഇപ്പൊ നമ്മളെ ഹോം ഷോപ്പ് എന്ന് പറയുന്നത് മുക്കത്താണ്, കോഴിക്കോട് മുക്കത്താണ്. മുക്കത്ത് നെഫ്ന കോംപ്ലക്സിന്റെ അടുത്ത് നെഫ്ന മാള്, അതിന്റെ ഉള്ളില് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. മുക്കത്ത് വരികയാണെന്നുണ്ടെങ്കിൽ മുക്കം സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 100-150 മീറ്ററോ നടക്കാനുള്ളൂ. പറഞ്ഞ പോലെ തന്നെ 4 സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. നമുക്ക് കൊല്ലത്ത് വരുന്നുണ്ട്, കൊല്ലത്ത്, കണ്ണൂർ, പിന്നെ കോഴിക്കോട്. അപ്പൊ 4 നമ്പർ ഞാൻ താഴെ കൊടുക്കാം. പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടു വരികയാണെങ്കിൽ പ്രത്യേകം പറയണം. വീഡിയോ കണ്ടു വരികയാണെന്ന് പറഞ്ഞെങ്കിൽ ഓഫർ കൊടുക്കാം, ഡിസ്കൗണ്ട്. അതായത് നമ്മൾ ഓഫർ ആയിട്ട് കൊടുക്കുന്നത് പൈസക്ക് മീൻസ് നമ്മളിപ്പോ ഓൾറെഡി റെഡ്യൂസ് ചെയ്താ കൊടുക്കുന്നത്, അതിൽ ചെറിയ റെഡ്യൂസ്, പിന്നെ കോംപ്ലിമെന്റ് ആയിട്ട് മെമ്മറി കാർഡ്സോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ചെയ്തു തരും കേട്ടോ. എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക അല്ലേ. എല്ലാവരിലേക്കും വീഡിയോ എത്തിക്കുക. ഒരുപാട് ആൾക്കാരിന് ക്യാമറ വാങ്ങാൻ ആഗ്രഹമായിട്ട് പൈസ നടക്കുന്നവർക്ക്, അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരമായിരിക്കും എന്തായാലും. ഇത് എക്സ്ചേഞ്ച് ചെയ്യാനാണെങ്കിലും നമ്മൾ നിങ്ങൾക്ക് ചെറിയ ക്യാമറ കൊടുത്ത് വേണം വലിയ ക്യാമറ വാങ്ങാനാണെങ്കിലും നമുക്ക് EMI ചെയ്യാൻ പറ്റുമോ? നമ്മളിപ്പോ കറന്റ് ക്രെഡിറ്റ് കാർഡ് EMI ചെയ്യുന്നുണ്ട്. നമ്മള് ബജാജിന്റെ ഇത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത് തന്നെ നമ്മള് ബജാജിന്റെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും അപ്പൊ പറഞ്ഞ മാതിരി. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ.